ആലപ്പുഴയും ഏറെക്കുറെ ത്രികോണത്തിന്റെ ചൂട് പിടിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ആലപ്പുഴയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഡയറക്റ്റ് ഫൈറ്റ് ആണ് LDF UDF. ഇത്തവണ LDFന്റെ കനൽ തരി കെടുത്താൻ വേണ്ടി KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ഇറങ്ങി കളിച്ച തെരഞ്ഞെടുപ്പാണ്. ഇന്ന് അമിത്ഷാ എത്തിയ ദിവസം കൂടിയാണ്. ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ കേവല ഭൂരിപക്ഷമായി മാത്രം അതിനെ മാത്രം സ്വാധീനിക്കുന്നതാകുമോ, ജനവിധിയെ സ്വാധീനിക്കുന്നതാകുമോ എന്നാണ് അറിയാനുള്ളത്. തീർച്ചയായും രഘുനാഥ് നാരായണനുണ്ട്. രഘു, അമിത്ഷായാണ് ഇന്നിപ്പോ ആലപ്പുഴയിൽ ഇറങ്ങിയിരിക്കുന്നത്. 4 മുന്നണികളുണ്ട്, ചതുഷ്കോണ മത്സരമാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ ആക്ഷേപിക്കുന്നു. എന്താണ് അവസാന ദിവസത്തെ വർത്തമാനം? പോരാട്ടം LDFും UDFും തമ്മിലാണുള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടായിരിക്കും വിധിയെ നിർണ്ണയിക്കുക. കഴിഞ്ഞ തവണ 15% വർധനവാണ് BJPയുടെ വോട്ടിലുണ്ടായത്. അതായത് ഡോക്ടർ KS രാധാകൃഷ്ണന് 1,90,000 വോട്ടുകൾ നേടാൻ സാധിച്ചു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും 2 കാൻഡിഡേറ്റുകൾ ഒരേ സമുദായത്തിൽ നിന്നൊക്കെയുള്ള ആളുകളുണ്ടായിരിക്കാം ഒരു പക്ഷേ ഡോക്ടർ KS രാധാകൃഷ്ണന് അത്രയധികം വോട്ട് കിട്ടിയത് എന്നുള്ളതാണ് ഇരു മുന്നണികളുടെയും വികാരം. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. പ്രത്യേകിച്ച് തീരമേഖലയിൽ ഒക്കെ വലിയ രീതിയിലുള്ളൊരു ധ്രുവീകരണം ആ സമയങ്ങളിലുണ്ടായിരുന്നു. അതിനുള്ള സാധ്യത ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് രഞ്ജിത്ത് ശ്രീനിവാസൻ ആ സമുദായത്തിൽ ആ ഇടത്തു നിന്ന് വരുന്ന ആളായതുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ളൊരു വോട്ടിൻ്റെ പോളറൈസേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. LDFനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ രീതിയിലുള്ളൊരു അഭിമാന പോരാട്ടമാണ് കനൽ തരി കെടാതെ സൂക്ഷിക്കുക, സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് പോവുക. ഈ 2 രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ വാശിയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും രാഷ്ട്രീയ മത്സരമാണ് നടന്നത്. പക്ഷേ ഇവിടെ ആവുമ്പോൾ LDFന് അഭിമാന പ്രശ്നം, ഒപ്പം തന്നെ UDFനും അഭിമാന പ്രശ്നമാണ്. അതിൻ്റെ കാരണം ഞാൻ മുൻപേ പറഞ്ഞു. എന്തായാലും ഈ 2 മുന്നണികളും തമ്മിലാണ് മത്സരമെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അതാണ് വസ്തുത. എന്തായാലും അമിത്ഷാ കൂടി എത്തിയിരിക്കുന്നു. അമിത്ഷാ ഇന്നത്തെ പ്രസംഗത്തിൽ ഇരു മുന്നണികളെയും കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. LDFനെയും UDFനെയും ഒക്കെ അദ്ദേഹം പല കാര്യങ്ങൾ, ഇപ്പോൾ കരിമണൽ ഖനനത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയത്തിലാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPയുടെയുമായിട്ടുള്ള അവരുടെ നിലപാടുകളുടെ പേരിലാണെങ്കിലും ഒക്കെ തന്നെ ഇരു മുന്നണികളെയും കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. ശോഭാ സുരേന്ദ്രൻ്റെ പരാതി എന്ന് പറയുന്നത് അവർ വന്നപ്പോൾ തന്നെ ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറഞ്ഞ് ചില 1-2 മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകൾ തന്നെ എന്നെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. കഴിഞ്ഞ ദിവസം അവർ എത്രത്തോളം വികാരമായി ഒപ്പം തന്നെ രാഷ്ട്രീയമായി എത്രത്തോളം ചൂടോടും കൂടിയാണ് ദല്ലാൽ നന്ദകുമാറിനെ നാക്കുകൊണ്ട് നേരിട്ടതെന്ന് നമ്മൾ കണ്ടതാണ്. എന്തായാലും അതെല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോരാട്ടം LDFും UDFും തമ്മിലാണ്. കനൽത്തരി കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് LDFിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം, സംഘടനാ ജനറൽ സെക്രട്ടറിയെ പാർലമെന്റിൽ എത്തിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം. ഒപ്പം തന്നെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധി സൃഷ്ടിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ, ഒരു 3 ലക്ഷത്തിനടുത്തെങ്കിലും വോട്ടുകൾ നേടാൻ സാധിച്ചാൽ അത് BJPയെ KC വേണുഗോപാലിന് അത്രയും ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹം കണ്ണൂരുകാരനാണെങ്കിലും അദ്ദേഹം ജനപ്രതിനിധി ആയത് മുഴുവൻ ആലപ്പുഴയിൽ നിന്നാണ്. നിയമസഭാംഗമാകുന്നു, അതിനുശേഷം ലോക്സഭാംഗമാകുന്നു. ഇപ്പോൾ ഇവിടെ ഈ BJP ഇപ്പോൾ ശക്തമായ ത്രികോണ മത്സരം എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ BJP ശ്രമിച്ചു. പിന്നെ ഇതിനിടയ്ക്ക് വാർത്ത വന്നത് ഇത് ഒരു A ക്ലാസ് മണ്ഡലമായി മാറി എന്നുള്ളത്. സംസ്ഥാന നേതൃത്വം അത് നിഷേധിച്ചു. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന്റെ കാര്യം ആയതുകൊണ്ടാകാം. അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രന് അവിടെ വന്ന BJP സ്ഥാനാർത്ഥിക്ക് സാധാരണ ആലപ്പുഴ മണ്ഡലത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടി. പലതരത്തിലുള്ള വാർത്തകളിലൂടെ വിവാദങ്ങളിലൂടെ ഒക്കെ അവർക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് എത്ര പിടിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഔദ്യോഗിക നേതൃത്വത്തെ എതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് ആറ്റിങ്ങലിലേക്ക് ഫീൽഡ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് അവിടെ പിടിച്ച വോട്ടുകൾ ആലോചിച്ചോണം. അപ്പോൾ ഏത് മണ്ഡലത്തിലും കൊണ്ടുവന്ന് ഫീൽഡ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു മുഖമാണ് ഒരു. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷ അതല്ല വിഷയം. ജവഹർലാൽ നെഹ്റുവിന് തന്ത്രം ഉപദേശിച്ചു കൊടുത്ത VK കൃഷ്ണമേനോനെ തിരുവനന്തപുരത്ത് നിന്നാണ് ജയിപ്പിച്ചതെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തന്ത്രം ഉപദേശിക്കുന്ന KC വേണുഗോപാലിന് ആലപ്പുഴയിൽ നിന്ന് ഭൂരിപക്ഷം കുറയ്ക്കാൻ പറ്റില്ല കോൺഗ്രസിന്. അത് പക്ഷേ ആ ഭൂരിപക്ഷം കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മറുവശത്ത് CPMന് 1 ഇഞ്ച് പുന്നപ്ര വയലാറിന്റെ മണ്ണാണ്. ആരിഫ് ഒരു തരി മതി എന്ന് പറഞ്ഞ് ആ മണ്ണിൽ പിന്മാറാൻ പറ്റില്ല. ആര്
ഒപ്പത്തിനൊപ്പം. തീർച്ചയായിട്ടും അതിൽ എഞ്ചിനീയറിംഗ് വളരെ ഫലപ്രദമാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വേണുഗോപാലിന് സ്വന്തം നിലയിൽ സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ. കഴിഞ്ഞ തവണ BJP-യുടെ പെട്ടിയിലേക്ക് പോയ കുറേ വോട്ടുകൾ എന്തായാലും വേണുഗോപാൽ തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ SDPI അടക്കമുള്ള സംഘടനകൾ തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചത് അടക്കമുള്ള പല ഘടകങ്ങളുണ്ട്. അപ്പോൾ വേണു വളരെ കോൺഫിഡന്റ് ആണ് അവിടെ എന്ന് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നു. ഇവിടെ പറഞ്ഞതുപോലെ LDF-ന് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ രണ്ടുപേർക്കും പ്രസ്റ്റീജ് മത്സരമാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇക്വേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ അത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെയും അത് UDF-ന്റെയും LDF-ന്റെയും ന്യൂനപക്ഷം സ്ഥാനാർത്ഥികളാകുമ്പോൾ BJP-യുടെ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു വോട്ട് തള്ളിക്കയറ്റം അവിടെ ഉണ്ടാകും. അത് KC വേണുഗോപാൽ വരുമ്പോൾ ആ വോട്ട് അവിടെ നിന്ന് കുറച്ച് ഇറങ്ങി UDF-ലേക്ക് പോകാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. പക്ഷെ അതിനെ അറസ്റ്റ് ചെയ്യാൻ ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം കഴിയും എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രന്റെ ക്യാമ്പയിൻ സ്ട്രാറ്റജി ശരിയായിരുന്നോ എന്നുള്ളത് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.